ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നുബുദ് ആൽക്കമിസ്റ്റ് ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരിക്കട്ടെ. ഒരു കിട്ടിക്കാച്ചി അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് പിള്ളേരൊക്കെ വരുമ്പോഴേക്കും 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കറുമുറാന്നിരിക്കുന്ന അച്ചപ്പത്തിൻ്റെ റെസിപ്പി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? ഇത് ഉണ്ടാക്കാൻ അധികം കഷ്ടപ്പെടുമെന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ കലാപരിപാടി ഇതുപോലെ നല്ല അരിപ്പൊടി എടുക്കുക. നമ്മളെ ഈ പത്തിരിക്കും അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി എടുക്കുക. ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലെ ബൗളിലേക്ക് 2 മുട്ട നല്ല സ്റ്റൈലായിട്ട് അങ്ങ് പൊട്ടിച്ചിടുക കേട്ടോ. ഒരു മുട്ട ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇതിലേക്ക് 2 മുട്ട ഇടുന്നത്. ഇത് ലേശം ഉപ്പ്, അരിപ്പൊടി ഞാൻ 1/2 കിലോ എടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 കിലോ 600 ഗ്രാം 700 ഗ്രാം അടുത്തേ ഉള്ളൂ. ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇതുപോലെ വാരി വിതറുക. കാരണം ലൈറ്റായിട്ട് മധുരം ഉണ്ടെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ എല്ലാവരും ചേർക്കാറില്ല, മിക്കവരും വെള്ളമൊക്കെ ചേർക്കുന്നത്. പക്ഷെ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്തോ, അപ്പോൾ അച്ചപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും, സമം വേറെ ലെവലിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് ഇതെല്ലാം കൂടെ നാടിച്ച് പതപ്പിച്ച് ഒരു പരുവാക്കുക. ഇനി അടിച്ച് പതപ്പിച്ച് പരുവാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നേരെ മിക്സിയിലിട്ട് 2 അടി അങ്ങ് അടിച്ചാൽ മതി. സംഭവം നല്ല ഫോമായിട്ട് സാധനം കിട്ടും. ഇതുപോലെ നല്ല അടിച്ച് ലെവലായിട്ട് കിട്ടും കേട്ടോ. ഈ ലെവലായി കിട്ടിയുമ്പോഴേക്ക് അടുത്ത കലാപരിപാടിയാണ് ഈ അരിപ്പൊടി എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ടൈറ്റ് ആവുകയാണെങ്കിൽ ലേശം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാൻ മറക്കല്ല്. വെള്ളം ഒഴിക്കേണ്ട, തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചാൽ മതി. 2ാം പാലായാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ തേങ്ങാപ്പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഈ ദോശ ബാറ്ററൊക്കെ ഇല്ല, ആ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആകുന്നവരെ ഇതുപോലെ ഇങ്ങനെ അടിച്ച് നല്ല ഫോമാക്കി എടുക്കണം. നല്ല പാൻ കേക്കിൻ്റെ ബാറ്ററില്ലേ, നിങ്ങൾക്ക് വീട്ടിലുള്ള അമേരിക്കൻ പാൻ കേക്കൊക്കെ അതുപോലത്തെ പാൻ കേക്ക് അല്ല ദോശമാവിൻ്റെയൊക്കെ ആ ലെവലിൽ ഇതുപോലെ തിക്കാക്കി എടുക്കുക കേട്ടോ. ഈ ലെവലിലായി കഴിയുമ്പോഴേക്ക് അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ബ്ലാക്ക് എള്ള് ഇട്ട് കൊടുക്കുക, കറുത്ത എള്ള്. അതിട്ട് കൊടുത്ത ശേഷം അവനെയും കൂടെ നിങ്ങൾ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതിമാരെ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ ഒരു അനൗൺസ്മെൻറ്റും ഉണ്ട്. ഒരു പാക്കറ്റ് അച്ചാർ 1/2 കിലോ അച്ചാർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുമെന്ന്. അതും നമ്മൾ ഉടനെ ഇന്നല്ലെങ്കിൽ നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഷെഫ് നുബു ആൽക്കമിസ്റ്റ് എന്ന ചാനലിലായിരിക്കും ലൈവായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ലൈവായിട്ട് അനൗൺസ് ചെയ്യുന്ന ആരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അച്ചാറിൻ്റെ ഉടമസ്ഥൻ ആരാന്ന്. അപ്പോൾ നേരെ ഇതുപോലെ ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണം ഈ സാധനം ഫ്രൈ ചെയ്യാൻ, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയമാകുമ്പോഴേക്ക് നമ്മുടെ അച്ചപ്പത്തിൻ്റെ ആ സാധനം ഉണ്ടല്ലോ, അച്ച്, അത് എണ്ണയ്ക്കകത്തിട്ട് നേരെ സീസൺ ചെയ്യണം. കാരണം ആ അച്ചേന്ന് ഇത് വിട്ട് വരണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം എണ്ണയൊന്ന് കുടിപ്പിച്ചെടുക്കണം. എന്നിട്ട് അച്ചപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഇതുപോലെ മുക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കറക്റ്റ് ടെമ്പറേച്ചറിൽ വേണം എണ്ണയ്ക്കകത്തേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി വിടുമ്പോഴേക്ക് സംഭവം ആ എണ്ണയിലേക്ക് വിട്ട് കിട്ടും. എന്നിട്ട് അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് ഈ സാധനം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ കറുത്തല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സാധനം ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം എണ്ണ ചൂടിച്ചിട്ട് കൂടുതലായിരിക്കും, അല്ല കുറഞ്ഞിരിക്കുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുളമാവും 1-2 എണ്ണം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. 1-2 എണ്ണം കുളമായാലേ ഉള്ളൂ. രണ്ടാമത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ 3-ാമത്തെ 4-ാമത്തൊക്കെ സംഭവം സെറ്റാവുള്ളൂ. ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ ആദ്യം 1-2 പ്രാവശ്യം കുളമായ ശേഷം നന്നാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. സംഭവം 2-3 പ്രാവശ്യം കരിഞ്ഞു പോയാലും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. 4-ാമത്തെ 5-ാമത്തെ റെഡി ആയിരിക്കും. അത് നമ്മുടെ ഗ്യാരണ്ടി അല്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഇതുപോലെ നല്ല കിടുക്കാച്ചി അച്ചപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ ചങ്ങാതിമാരെ. ആ എണ്ണയ്ക്കകത്തിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എന്നെ സ്മെല്ലാണ് വരുന്നത് അറിയോ. ഈ സാധനം വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരും, അത്ര സ്നേഹമായിരിക്കും. ഇതുപോലെയുള്ള സാധനങ്ങൾ വെളിയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കാതെ ഇതുപോലെ വീട്ടിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമില്ല. അധികം കഷ്ടപ്പാടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. ഈ സാധനമൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് തകർത്ത് പൊളിച്ചെടുക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ നല്ല കിടുക്കാച്ച് കമൻറ്റുകളൊക്കെ ഇട്ടവർക്ക് നമ്മുടെ ഒരാൾക്ക് അച്ചാർ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതാരാന്ന് അനൗൺസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവിലാണ് ഇടുന്നത്. അത് വൈകുന്നേരം രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി 9:30 ശേഷമാണ് നമ്മൾ ലൈവ് വരുന്നത്. അപ്പോൾ ഫോളോ ചെയ്യുക, ഷെഫ് നുബു ആൽക്കമിസ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വരിക. അപ്പോൾ ആരാണെന്ന് അറിയപ്പെടാം. അപ്പോൾ നമുക്കൊന്നും നോക്കണ്ട, നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തടക്കുക എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തു സംഭവം കേട്ടോ.
ഈ സാധനം ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ച് സംഭവം വേറെ ലെവലോ. ഒരു 1/2 കിലോ മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു 10-25 അച്ചപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സുഖമായിട്ടൊരു 10-25 അച്ചപ്പം ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വേണമെങ്കിൽ നാട്ടുകാർക്കൊക്കെ വിൽക്കാം, കാശുണ്ടാക്കാം. എളുപ്പമായ മാർഗ്ഗമാണ്. അധികം കഷ്ടപ്പെടാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ടോ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അയൽവക്കംകാർക്കോ സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലേക്ക് സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീട്ടിൽ 10 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലാപരിപാടിയും കൂടെയാണിത്. എന്നിട്ട് ദേ ഇതുപോലെ സംഭവമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ലെവലാക്കി സംഭവമൊക്കെ ദേ നല്ല സെറ്റായി, ഒന്നും നോക്കണ്ട, എല്ലാം കൂടെ കോരിപ്പിറക്കി ഒരു പ്ലേറ്റിലേക്ക് അടുക്കാനുള്ള കലാപരിപാടി തുടങ്ങിക്കോ. അടുത്ത് ദേ സംഭവമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയെ ചൂടാണ്. എണ്ണ ചൂട് ഓവറായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ക്രിസ്പായിട്ട് കിട്ടത്തുമില്ല. എന്നിട്ട് ഇത് ഇതുപോലെ നല്ലൊരു പ്ലേറ്റിലങ്ങ് സെറ്റ് ചെയ്യുക. പ്ലേറ്റിലങ്ങ് സെറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സംഭവത്തോടു കൂടി ഒരു പിടുത്തം അങ്ങ് ഞാൻ പിടിക്കാൻ പോകും. ബാക്കി നിങ്ങൾ വേണേൽ ആഞ്ഞ് പിടിച്ചോ. വൈകുന്നേരം ഉണ്ടാക്കി അങ്ങ് താർത്തൊരു അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്തേണ്ട ചങ്ങാതി വരെ കണ്ണടച്ച സംഭവം ഉണ്ടാക്കി പൊളിക്കേ.